Good afternoon all. Today we are going to discuss about three important tests coming under serology, that are neutralization test, complement fixation test and immunofluorescence. A neutralizing antibody, this neutralization test is mainly based on a neutralizing antibodies. They defend a cell from an antigen or infectious bodies. How? By inhibiting or neutralizing any biological effects that are caused by an antigen. So, the antibody response, it is very crucial for preventing many viral infections and may also contribute to the resolution of infection. For example, when a vertebrate, അപ്പോൾ ഈ ഒരു ടെസ്റ്റ് മെയിൻലി വൈറസ് ഇൻഫെക്ഷന് വേണ്ടിയിട്ടൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യാറ്. When a vertebrate is infected with a virus, an antibodies are produced against many epitopes of the multiple virus proteins. അപ്പോൾ ഒരു ഇൻഫെക്ഷൻ, വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ ഒരു വെർട്ടിബ്രേറ്റിൽ അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. And these are produced against the many epitopes of that multiple viral proteins. Then a subset of this antibodies. അപ്പോൾ ഈ വൈറസിനെതിരെ പ്രൊഡ്യൂസ് ചെയ്ത ആൻറ്റിബോഡീസ്, they are capable of blocking viral infection. How? By the process called neutralization. By neutralizing any biological effect caused by that virus. So this usually involved, അപ്പോൾ ഇത് എങ്ങനെയാണ് സാധാരണ നടക്കാറ്? It involves the formation of virus-antibody complex. അവ തമ്മിലൊരു കോംപ്ലക്സ് ഫോം ചെയ്തിട്ടാണ് ന്യൂട്രലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. Now there are different types of neutralization test. First one is virus neutralization test. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ലബോറട്ടറീസിലാണ് ഈ ടെസ്റ്റ് നടത്താറ്. അതായത് വൈറസിനെ നമ്മൾ വേറെ കൾച്ചർ ചെയ്തിട്ട് അതിനോട് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡി ആഡ് ചെയ്യണം. സോ ദ ന്യൂട്രലൈസേഷൻ ഓഫ് ദ വൈറസസ് ബൈ ദെയർ സ്പെസിഫിക് ആൻറ്റിബോഡീസ് ആർ കോൾഡ് വൈറസ് ന്യൂട്രലൈസേഷൻ ടെസ്റ്റ്. സോ ഹൗ ദിസ് വൈറസസ് ആർ ഇനോക്കുലേറ്റഡ് ഇൻ സെൽ കൾച്ചേഴ്സ്. നോർമലി ടിഷ്യൂ കൾച്ചറിലും കൾച്ചർ മീഡിയയിലൊന്നും ഈ വൈറസ് ഗ്രോ ചെയ്യില്ല. സോ വി ആർ കൾച്ചറിങ് ദോസ് വൈറസസ് ഇൻ എഗ്സ്, ആനിമൽസ് ആൻഡ് ഓൾസോ ഇൻ സർട്ടൻ സെൽ കൾച്ചേഴ്സ്. And this may helps in the growth and replication of virus. എന്നിട്ട് ഈ ഒരു എഗ് അല്ലെങ്കിൽ സെൽ കൾച്ചറിലേക്കാണ് നമ്മൾ വൈറസ് സ്പെസിഫിക് ന്യൂട്രലൈസിങ് ആൻറ്റിബോഡീസ് ഇൻജെക്ട് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കറക്റ്റ് ആൻറ്റിബോഡീസ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ദ റെപ്ലിക്കേഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വൈറസ് ഈസ് ഇൻഹിബിറ്റഡ്. ആൻഡ് ദിസ് ഫോംസ് ദ ബേസിസ് ഓഫ് വൈറസ് ന്യൂട്രലൈസേഷൻ ടെസ്റ്റ്. Another test is virus hemagglutination inhibition test. അപ്പോൾ ഈ ടെസ്റ്റ് സാധാരണ this are used in the diagnosis of viral infections such as influenza, mumps, measles. കാരണം these viruses have a peculiar property of agglutinating RBCs. ആ ഒരു പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് for the identification of these infections caused by these viruses. So how this can be conducted? If the patient's serum contain antibodies against that virus, so what happens is that, അപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ സീറത്തിൽ ഈ വൈറസിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിൽ ദിസ് വൈറസസ് ഹാവ് ദ പ്രോപ്പർട്ടി ഓഫ് അഗ്ലൂറ്റിനേറ്റിംഗ് റെഡ് ബ്ലഡ് സെൽസ്. അപ്പോൾ ഇതിൻ്റെ ഈ വൈറസിനെതിരായിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ദിസ് antibody, it may react with that particular virus. വൈറസ് അറ്റാക്ക് ചെയ്യുമ്പോൾ ബോഡിയിൽ അതിനെതിരായിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ ഇതൊരു ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും. അതായത് വൈറസിൻ്റെയും ആൻറ്റിബോഡി തമ്മിൽ റിയാക്ഷൻ നടക്കും. അപ്പോൾ വൈറസ് നൗ ഇറ്റ് ഈസ് ഫുള്ളി എൻഗേജ്ഡ് വിത്ത് ദാറ്റ് ആൻറ്റിബോഡി. ഇറ്റ് ഈസ് നോട്ട് ഫ്രീലി അവൈലബിൾ. സോ ദിസ് മേ ഇൻഹിബിറ്റ് ദ അഗ്ലൂട്ടിനേഷൻ ഓഫ് RBC. ഇതാണ് ഈ ടെസ്റ്റിൻ്റെ ബേസിക് റൂൾ. ദിസ് ഈസ് ദ പിക്ചർ. The patient's serum containing antiviral antibodies. Then this is RBC and these are the viruses. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ സീറത്തിൽ ഇതിൻ്റെ
ഈ വൈറസിന്റെ പർട്ടിക്കുലർ ആന്റിബോഡീസ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ വൈറസ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുക, ആന്റിജൻ ആന്റിബോഡി, വൈറസും ആന്റിബോഡിയും തമ്മിൽ കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ കോംപ്ലക്സ് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഈ വൈറസ് ഈസ് നോട്ട് നൗ ഫ്രീലി അവൈലബിൾ ടു അഗ്ലൂട്ടിനേറ്റ് RBC. ഈ വൈറസിന് എന്തിന്റെ പെക്യുലാരിറ്റി ഉണ്ട്, RBCനായിട്ട് അഗ്ലൂട്ടിനേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ ഇത് ഇപ്പോൾ നൗ ഇറ്റ് ഈസ് ഫുള്ളി എൻഗേജ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ആന്റിബോഡി, സോ ഇറ്റ് ഈസ് നോട്ട് ഫ്രീലി അവൈലബിൾ ഫോർ agglutination process with that RBC. So this is how the heme agglutination is inhibited. This is the basis of that test. Next important test coming under neutralization is toxin neutralization test. The toxin neutralization test, it is based on the principle that biological action of toxin action ഒന്നുകിൽ protein synthesis inhibit അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. But biological action of toxin is neutralized. How? When that toxin is reacted with its specific neutralizing antibodies called antitoxin. An example for this neutralization test are രണ്ട് തരത്തിൽ നടത്തുന്നുണ്ട്, in vivo and in vitro. In vivo എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഉള്ളിലോട്ട് ആണ് ഈ ടെസ്റ്റ് നടത്തുന്നത്, inside the human body. That is Schick test. Schick's test എന്തിനു വേണ്ടിയിട്ടാണ്? To demonstrate immunity against diphtheria and Clostridium welshi toxin. Neutralization test is performed inside the guinea pig or mice. ഇത് Schick test human diphtheriaക്കെതിരെ immunity ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ്. And next is in vitro test, അതായത് outside, പുറത്ത്, ബോഡിക്ക് പുറത്ത് നടത്തുന്ന ടെസ്റ്റ്. That is anti-streptolysin O test, to indicate any streptococcal infection. Then Nagler reaction, and it is also used for the rapid detection of Clostridium welshi, responsible for causing anaerobic infections. So next important test is complement fixation test. Now this complement fixation test, it is an immunological medical test that can be used to detect the presence of either specific antibody or specific antigen in the patient serum. അതായത് പേഷ്യന്റ് സിറത്തിൽ ഒരു പെർട്ടിക്കുലർ ഇൻഫെക്ഷനെതിരെ ഉള്ള ആന്റിബോഡി ഉണ്ടോ അല്ലെങ്കിൽ ആന്റിജൻ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ്, ബേസ്ഡ് ഓൺ വെദർ കോംപ്ലിമെന്റ് ഫിക്സേഷൻ ഒക്കെ. അപ്പോൾ ആന്റിജൻ അതിന്റെ ബേസിലാണ് കോംപ്ലിമെന്റ് ഫിക്സേഷൻ നടക്കുന്നുണ്ടോ എന്നറിയാം. ആക്ച്വലി ഈ കോംപ്ലിമെന്റ് ഫിക്സേഷൻ എന്ന് പറഞ്ഞ ടേം നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടില്ല, നമ്മൾ നെക്സ്റ്റ് ഇയറെ പഠിക്കുള്ളൂ, സിറോളജിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ ടെസ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് യൂസ് ടു ഡയഗ്നോസ് ഇൻഫെക്ഷൻസ് പെർട്ടിക്കുലർലി വിത്ത് മൈക്രോബ്സ് ദാറ്റ് ആർ നോട്ട് ഈസിലി ഡിറ്റക്റ്റഡ് ബൈ കൾച്ചർ മെത്തേഡ്സ്, എസ്പെഷ്യലി ഇൻ റുമാറ്റിക് ഡിസീസ്. അപ്പോൾ സാധാരണ കൾച്ചർ മെത്തേഡ്സിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത ഇൻഫെക്ഷൻസ് ഒക്കെ ഈ കോംപ്ലിമെന്റ് ഫിക്സേഷൻ വഴി നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. നൗ ഇനി എന്താണ് കോംപ്ലിമെന്റ് സിസ്റ്റം? കോംപ്ലിമെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് സിറം പ്രോട്ടീൻ. നമ്മളെ ബ്ലഡിലുള്ള പ്രോട്ടീൻസ് ആണ്, ബ്ലഡിലുള്ള സിറത്തിൽ വരുന്ന പ്രോട്ടീൻസ് ആണ്. അവ ബ്ലഡിൽ ശരിക്കും ഇനാക്റ്റീവ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ദേ ബിക്കം ആക്റ്റീവ്. എപ്പോഴാണ് അവർ ആക്റ്റീവ് ആവുക? വെൻ എൻ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് വിച്ച് മേ ടേക്സ് പ്ലേസ് ഇൻ അവർ ബ്ലഡ്. നമ്മളെ ബ്ലഡിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡി ഇൻവേഷൻ അതിന്റെ ഭാഗമായിട്ട് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തു, വീണ്ടും അതേ സെയിം ആന്റിജൻ എൻ്റർ ചെയ്യുമ്പോൾ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ സമയത്താണ് കോംപ്ലിമെന്റിന്റെ ആക്ഷൻ വരുന്നത്. കോംപ്ലിമെന്റ് എപ്പോഴും ഫിക്സ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്താൽ മാത്രമേ കോംപ്ലിമെന്റ് അവിടെ വരുള്ളൂ, അതർവൈസ് ഇറ്റ് റിമെയിൻസ് ഇനാക്റ്റീവ്. So these are the set of serum proteins that react with antigen antibody complexes only. It doesn't react alone either with antigen or with antibody. Antibody മാത്രമായിട്ട് റിയാക്ട് ചെയ്യില്ല, ആന്റിജൻ ആയിട്ട് മാത്രമായിട്ട് റിയാക്ട് ചെയ്യില്ല. എപ്പോഴും കോംപ്ലിമെന്റ് റിയാക്ട് ചെയ്യുന്നത് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സിനായിട്ട് മാത്രമാണ്. ആൻഡ് ഇഫ് ദിസ് റിയാക്ഷൻ ഒക്കർ ഓൺ എ സെൽ സർഫസ്, അപ്പോൾ കോംപ്ലിമെന്റ് ഫിക്സേഷൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? ഈ ആന്റിജനിൽ ഇറ്റ് മേ കോസ് ദ ഫോർമേഷൻ ഓഫ് ട്രാൻസ്മെംബ്രെയിൻ പോർസ് ആൻഡ് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ദാറ്റ് ഫോറിൻ ബോഡി. ആ ഒരു ആന്റിജന്റെ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ സാധ്യമാവും. ഇതാണ് മെയിൻ ബേസിക് ഓഫ് കോംപ്ലിമെന്റ് ഫിക്സേഷൻ
ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ വി വാണ്ട് ടു ചെക്ക് വെദർ ദ പേഷ്യൻസ് ബ്ലഡ് കണ്ടെയ്ൻ സിറം കണ്ടെയ്ൻ ദ ആൻറ്റിബോഡി പർട്ടിക്കുലർ ടു ദാറ്റ് ഇൻഫെക്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് നടത്തുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ കളക്ടിങ് ദ ബ്ലഡ് ഫ്രം ദ പേഷ്യൻറ്റ് ആൻഡ് വി ആർ സെൻട്രിഫ്യൂജിങ് ആൻഡ് സെപ്പറേറ്റിംഗ് സിറം. നൗ ദ സിറം ഈസ് സെപ്പറേറ്റഡ്. നൗ ദ പേഷ്യൻറ്റ്, അപ്പോൾ ഓൾറെഡി ചിലപ്പോൾ പേഷ്യൻസിൻ്റെ സിറത്തിൽ തന്നെ ഒരുപാട് കോംപ്ലിമെൻറ്റ് പ്രോട്ടീൻസ് ഉണ്ടാവും, ഓൾറെഡി ബ്ലഡിലുണ്ടല്ലോ. അപ്പോൾ അതും നമ്മൾ ചെയ്യുന്ന ടെസ്റ്റും തമ്മിൽ ഒരു ക്ലാഷ് വരണ്ടെന്ന് കരുതി നമ്മൾ തൽക്കാലം ആ പേഷ്യൻറ്റിൻ്റെ സിറം ഒന്ന് ഹീറ്റ് ചെയ്യും. അതിലുള്ള കോംപ്ലിമെൻറ്റ് പ്രോട്ടീൻസ് എന്തെങ്കിലും, ഇത് ടെസ്റ്റിന് വേണ്ടിയിട്ടാട്ടോ, അതിലുള്ള കോംപ്ലിമെൻറ്റ് പ്രോട്ടീൻസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് we usually heat the serum. To negate any effects this might have on the test, the complement proteins in the patient's serum must be destroyed. എന്നിട്ട് it is now, ഇനി അതിന് പകരം നമ്മൾ ആ ഒരു പേഷ്യൻ്റെ സിറത്തിലേക്ക് we are replacing with a known amount of standard complement proteins. അപ്പോൾ അതിലേക്ക് നമ്മൾ വേറെ കോംപ്ലിമെൻറ്റ് പ്രോട്ടീൻസ് ആഡ് ചെയ്യും. അതിലുള്ള പേഷ്യൻ്റെ സിറത്തിലുള്ള കോംപ്ലിമെൻറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് വി ആർ ആഡിങ് സ്റ്റാൻഡർഡൈസ്ഡ് ന്യൂ കോംപ്ലിമെൻറ്റ് പ്രോട്ടീൻസ്. അപ്പോൾ സാധാരണ സ്റ്റാൻഡർഡൈസ്ഡ് കോംപ്ലിമെൻറ്റ് പ്രോട്ടീൻസ് നമ്മൾ എടുക്കാറ് ദേ ആർ ഒബ്റ്റെയിൻ ഫ്രം ഗിനി പിഗ് സിറം. ഗിനി പിഗ് സിറം ആണ് അതിൽ സാധാരണ ആഡ് ചെയ്യാറ്, അതിലുള്ള കോംപ്ലിമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ മീഡിയത്തിലേക്ക് തന്നെ നമ്മൾ ആൻറ്റിജൻ ഓഫ് ഇൻട്രസ്റ്റ്, വി ആർ ആഡിങ് ആൻറ്റിജൻ. അതായത് ആ പർട്ടിക്കുലർ ആൻറ്റിജൻ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ സസ്പെക്ട് ചെയ്യുന്ന ആൻറ്റിബോഡി ഇതിലുണ്ട് നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത്, അപ്പോൾ അതിനോട് പർട്ടിക്കുലർ ആയിട്ടുള്ള ആൻറ്റിജൻ ആഡ് ചെയ്തു. ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ വന്നു, പേഷ്യൻറ്റിന് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പോൾ സാധാരണ ഇൻഫെക്ഷന് ഇന്ന ആൻറ്റിബോഡി ഉണ്ടാവാൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അളവ് കണ്ടുപിടിക്കാനാണ് ഇത് ചെയ്യുന്നത്, ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനോട് പർട്ടിക്കുലർ ആയിട്ടുള്ള സിറം ഇതിലേക്ക് ആഡ് ചെയ്യും. ആൻറ്റിജൻ ഓഫ് ഇൻട്രസ്റ്റ് ഈസ് ആഡഡ്. അതുപോലെ തന്നെ അതിലേക്ക് തന്നെ നമ്മൾ ഷീപ്പ് RBCയും ആഡ് ചെയ്യും. വി ആർ ആഡിങ് RBCs. മെയിൻലി വി ആർ ടേക്കിംഗ് ഷീപ്പ് RBCs. ഓൾറെഡി ഷീപ്പ് RBCസും ആഡ് ചെയ്യും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഷീപ്പ് RBCയോട് ബൗണ്ട് ചെയ്തിട്ടുള്ള ആൻറ്റിബോഡീസും ആഡ് ചെയ്യും ഈ സിറത്തിൽ. ഏതൊക്കെ ആഡ് ചെയ്യുക? ഷീപ്പ് RBCയും ആഡ് ചെയ്യും. അതുപോലെ തന്നെ ഷീപ്പ് RBCനോട് ബൗണ്ട് ചെയ്തിട്ട് വരുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതായത് ഓൾറെഡി ഷീപ്പ് RBC ഒരു ആൻറ്റിജൻ ആണ്, അതിനോട് സാമ്യമുള്ള ആൻറ്റിബോഡിയും കൂടെ നമ്മൾ ഇതിൽ ആഡ് ചെയ്യും. അപ്പം എന്തൊക്കെയാണ് ആഡ് ചെയ്തത്? സിറം ആദ്യം ഹീറ്റ് ചെയ്തു, നമ്മൾ ഗിനിപിഗ് സിറം, അതായത് കോംപ്ലിമെൻറ്റ്സ് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് അതിന് ഡിസ്ട്രോയ് ചെയ്തു ബ്ലഡ് ആ സിറത്തിലുള്ള. എന്നിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വേറെ കോംപ്ലിമെൻറ്റ് പ്രോട്ടീൻസ് ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് നമ്മൾ സിറം ആഡ് ചെയ്തു. ദെൻ വി ആർ ആഡിങ് ഷീപ്പ് RBCs ആൻഡ് ദ ആൻറ്റിബോഡീസ്, ദറ്റ് ഈസ് pre-bound anti-sheep RBC antibodies are also added to the serum. ഇത്രയും നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോണത്, if the patient serum contain the antibodies against the antigen of interest. ഞാൻ പറഞ്ഞു നമ്മൾ ആൻറ്റിജൻ ആഡ് ചെയ്തു എന്ന് പറഞ്ഞു ഹീറ്റ് ചെയ്തതിന് ശേഷം. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ സിറത്തിൽ ഈ ആഡ് ചെയ്ത ആൻറ്റിജനോട് ബന്ധം വരുന്ന ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ, പേഷ്യൻ്റ് ആ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്? ഈ ആൻറ്റിബോഡിയും ആ ആൻറ്റിജനും തമ്മിൽ ബൈൻഡ് ചെയ്തിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പോൾ ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഗിനി പിഗ് സിറം ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൽ കോംപ്ലിമെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ കോംപ്ലിമെൻ്റ് പ്രോട്ടീൻ എന്ത് ചെയ്യും? ദിസ് മേ റിയാക്ട് വിത്ത് ദിസ് കോംപ്ലക്സ് ആൻഡ് ബി ഡിപ്ലീറ്റഡ്. അപ്പോൾ ഈ കോംപ്ലിമെൻ്റ് ഈ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സിൽ ഇറ്റ് ഫിക്സ് ചെയ്യും. ഇറ്റ് മേ റിയാക്ട് വിത്ത് ദാറ്റ് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ആൻഡ് ബി ഡിപ്ലീറ്റഡ്. അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ഷീപ്പ് RBCയും അതുപോലെ തന്നെ ഷീപ്പ് RBC ആൻറ്റിബോഡി കോംപ്ലക്സ് ആഡ് ചെയ്യും. അപ്പോൾ ഓൾറെഡി മീഡിയത്തിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് വന്ന് ആ കോംപ്ലിമെൻറ്റ് കംപ്ലീറ്റ് യൂട്ടിലൈസ്ഡ് ആയി. ഇപ്പോൾ ആ മീഡിയത്തിൽ എന്തില്ല? കോംപ്ലിമെൻ്റ് ഒന്നും ബാക്കിയില്ല. അപ്പോൾ അതുകൊണ്ട് ഷീപ്പ് RBCയുടെ ആൻറ്റിബോഡി കോംപ്ലക്സിനായിട്ട് ഈ കോംപ്ലിമെൻറ്റ് ബൈൻഡ് ചെയ്യുന്നില്ല. ആദ്യം തന്നെ ഒറിജിനൽ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സിനായിട്ട് ബൈൻഡ് ചെയ്തുകൊണ്ട് ഷീപ്പ് RBCനായിട്ട് ആരും ബൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ് റിയാക്ഷൻ, എന്താണ് നമുക്ക് കിട്ടുക?
പോസിറ്റീവ്. അപ്പോൾ ഈ ഷീപ്പ് RBCക്ക് യാതൊന്നും സംഭവിക്കില്ല. കാരണം അതിനേറ്റ്